ഇതുകൊണ്ടാണ് നേരത്തെ നാം പറഞ്ഞത്, ആർത്തിയുടെ അസുഖമുള്ള ഭർത്താക്കന്മാരുടെ ഭാര്യമാർക്ക് സമാധാനമുണ്ടാകില്ല, അവർക്ക് മനസ്സമാധാനം ലഭിക്കുകയില്ല. അതുകൊണ്ട് ശരിക്ക് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു, ആർത്തിയുടെ അസുഖക്കാരുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് ചികിത്സ കാണണം. എന്താണ് അതിനുള്ള ചികിത്സ? പാവങ്ങളോടൊട്ടി നിൽക്കുക, പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കുക. അപ്പോഴേ ആർത്തി കുറഞ്ഞു വരുള്ളൂ. ജീവിതത്തിൽ ആർത്തി കുറയണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് വസിയ്യത്ത് ചെയ്യുന്നു. അബൂദർ പറയുന്നു, ഔസാനി ഖലീലി ബിസബഇ എന്ന് പറഞ്ഞ് 7ഓളം കാര്യങ്ങൾ എന്റെ കൂട്ടുകാരൻ എന്നോട് ഉപദേശിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ പറയുന്നത് ബിഹുബ്ബിൽ ഫുഖറാഇ വൽ മസാകീൻ, സാധുക്കളെയും ദരിദ്രരെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞു. വഅൻ നദ്നുവ മിൻഹും, അവരോട് ഞാൻ ഒട്ടി നിൽക്കണമെന്ന് പറഞ്ഞു. വഅൻ അൻദുറ ഇലാ മൻ ഹുവ അസ്ഫലു മിന്നി, എന്നേക്കാൾ താഴേക്കിടയിലുള്ളവരിലേക്ക് നോക്കണമെന്ന് പറഞ്ഞു. വഅല്ലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി, എന്നേക്കാൾ സാമ്പത്തികമായി കൊഴുത്തു നിൽക്കുന്നവനെ നോക്കരുത്. എന്താണ് വാക്കുകൾ സയ്യിദുനാ റസൂലുള്ളാഹി. അല്ല, ആർത്തിയുടെ അസുഖമുള്ളവർക്ക് സുഖപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ല ഉപദേശം. ഇതുവഴി പോയാൽ എന്റെ പ്രഭാഷണത്തിന്റെ സമയം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ട് വലിയ വിശദീകരണം ആവശ്യമുള്ള ആ ഹദീസ് ഒന്ന് ചെറുതായി അങ്ങ് പറഞ്ഞു നിർത്തുകയാണ്. ആർത്തിയുടെ അസുഖമുള്ളവർക്ക് അത് സുഖപ്പെടാനുള്ള മാർഗം പാവങ്ങളെ സ്നേഹിക്കുക, സാധുക്കൾക്ക് വേണ്ടി ജീവിക്കുക. എന്നാൽ ദൂരെ നിന്ന് പിരിവെടുക്കാനും അവരെ സഹായിക്കാനും എളുപ്പമാണ്. അത് വിഷമുള്ള കാര്യമാണ്. അത് ചെയ്യാന്നുള്ളത് ഒരു പക്ഷേ സാധ്യമാണെന്ന് തോന്നിയേക്കാം. പോരാ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇവിടെ ഇതാ ഈ പ്രഭാഷണത്തോടുകൂടെ ഒരു വലിയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അനാഥ കുടുംബത്തിനൊരു വീട് സാക്ഷാത്കരിക്കണം എന്ന് വലിയ മോഹമുണ്ട് സ്ഥാപനത്തിന്റെ അധികൃതർക്ക്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എത്ര നല്ല പുണ്യകർമ്മമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ സഹകരിക്കണം. ചെറിയ കാര്യമാണോ? ചെറിയ കാര്യമല്ലാതെ സാധുക്കളെ സ്നേഹിക്കുക, അവരെ സഹായിക്കുക. ഇത് നമ്മിലുള്ള ആർത്തികളെയും പോരാ, സാധുക്കളോടൊട്ടി നിൽക്കണം. സാധുവിന്റെ ഭക്ഷണ രീതി എന്താണ്? തൊട്ടറിഞ്ഞ് അറിയണം, തൊട്ടടുത്ത് ചെന്ന് അത് പരിചയപ്പെടണം. അത് പരിചയപ്പെടണം. നമ്മൾ വളരെ കഷ്ടപ്പെടുന്നവരുണ്ട് എന്ന് കേട്ടു, അവരിൽ നിന്ന് അകന്നു നിന്നു. അവർ കഷ്ടപ്പെടുന്നവരാണെന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും ഒരു സഹായത്തുക അവർക്ക് കൊണ്ടുപോയി കൊടുത്തിങ്ങ് പോന്നു. പോരാ, അവര് താമസിക്കുന്നിടത്ത് പോകണം. എന്താണ് അവരുടെ അവസ്ഥ എന്ന് അന്വേഷിക്കണം. കണ്ടില്ലേ നിങ്ങള്? ഏറ്റവും നല്ലൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് കേരളത്തിന്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ മാനവികതയെ ഉണർത്തുന്നു എന്ന സന്ദേശവും ഉയർത്തിപ്പിടിച്ച് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ്, കാലം കാതോർക്കുന്ന ആ വലിയ പണ്ഡിതൻ യാത്ര നടത്തുമ്പോൾ ഒരുപാട് കുഴങ്ങിയ ജനങ്ങളെ ചെന്ന് നേരിട്ട് കണ്ട് അവരുടെ ആവശ്യമെന്താണെന്ന് അന്വേഷിച്ച് പല വൃദ്ധസദനങ്ങളിലും കയറി ആ വൃദ്ധസദനങ്ങളിൽ എന്താണ് ആവശ്യമുള്ളതെന്ന് ചോദിക്കുമ്പോൾ ആ വൃദ്ധസദനങ്ങളില് കണ്ണിൽ ചോരയില്ലാത്ത മക്കൾ കൊണ്ടുപോയി കറവ് പറ്റിയ പശുവിനെ അറുക്കാൻ കൊടുക്കുന്നത് പോലെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിവിട്ട ആ മക്കള് കണ്ണിൽ ചോരയില്ലാത്തവരാണ്, പറഞ്ഞേ പറ്റൂ. ആ മക്കളാൽ അവഗണിക്കപ്പെട്ട വാപ്പമാര് ആര്? മുസ്ലിമുണ്ടാ കൂട്ടത്തിൽ അമുസ്ലിമുണ്ടാ കൂട്ടത്തില് എല്ലാവരും വന്ന് ഉസ്താദിന്റെ കൈപിടിച്ചിട്ട് പറയുന്നു, ഉസ്താദേ, ഞങ്ങൾക്ക് വെള്ളമില്ല, വെള്ളമെത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കണം. ഉസ്താദ് അത് ഒരുക്കി കൊടുക്കുന്നു. ഇത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസിയ്യത്താണ്. പാവപ്പെട്ടവരോടൊട്ടി നിൽക്കണം. അവരുടെ ഗതി എന്താണെന്ന് നോക്കണം. وأن أنظر إلى من هو أسفل مني وأن لا أنظر إلى من هو فوقي. ഏറ്റവും നല്ലൊരു അധ്യാപനം. ആർത്തിയുടെ അസുഖം ഒരല്പമെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്ന് അത് പമ്പ കടക്കും. എന്താ വേണ്ടത്? തന്നേക്കാൾ കൊഴുത്തവനെ നോക്കാതെ തന്നെക്കാൾ മെലിഞ്ഞവനെ നോക്കണം സാമ്പത്തികമായിട്ട്. അപ്പോഴാണ് നമ്മുടെ സമൃദ്ധി നമ്മൾ തിരിച്ചറിയാം. 25,000 രൂപ ഒരു മാസത്തിൽ ഒക്കുന്ന ഒരാള്, ശമ്പളം വാങ്ങുന്ന ഒരാള്, അല്ലെങ്കിൽ വരുമാനമുള്ള ഒരാള്, അയാൾ എങ്ങോട്ടാ നോക്കുന്നത്? 2 ലക്ഷം 3 ലക്ഷം ദിവസവും കിട്ടുന്ന ആളെക്കുറിച്ച് അയാളിലേക്കാണ് ഇയാൾ നോക്കുന്നതെങ്കിൽ ഇയാൾക്ക് തോന്നും ഞാൻ പരമസാധുവാണ്. തോന്നൂലേ?
അയാൾക്ക് എല്ലാ ടൗണുകളിലും ബിൽഡിങ്ങുകളുണ്ട്, എനിക്ക് എന്താ ഉള്ളത്? ഒന്നുമില്ലല്ലോ. അപ്പൊ അയാൾ പരമാവധി ശ്രമിക്കുന്നത് എന്തിനായിരിക്കും? ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുക്കണമെന്ന് തോന്നിയാൽ തന്നെ അയാൾക്ക് കൊടുക്കാൻ തോന്നൂല. കാരണം എന്താ? അത് കൊടുത്താൽ അതെന്റെ അക്കൗണ്ടിൽ നിന്ന് കുറയും. അപ്പൊ എനിക്ക് എന്റെ നാട്ടിൻപുറത്തെങ്കിലും ഒരു പീടിക വെച്ച് കെട്ടാൻ എന്നെ കൊണ്ടാവൂല, ഒരു ചെറിയ ബിൽഡിംഗെങ്കിലും വെച്ച് കെട്ടാൻ എനിക്കാവൂല എന്ന് ചിന്തിച്ച് ഉള്ള ബിൽഡിങ്ങുകളുടെ കൂടെ ഇനിയും ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ, ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ബ്രാഞ്ചുകൾ ഇടാൻ അതിൽ മത്സരിക്കുകയായിരിക്കും ഇയാള്. അതുകൊണ്ട് സ്വന്തം ഭാര്യയ്ക്ക് പോലും കൊടുക്കൂല, മക്കൾക്കും കൊടുക്കൂല, തുടങ്ങിയവർക്കും കൊടുക്കൂല, ആരെയും ഇയാൾ കാണൂല. ഇയാളെന്ത് ചെയ്യും? പൈസയെ റബ്ബാക്കും, പണത്തെ റബ്ബാക്കി മുന്നോട്ട് പോകും. അത് പരമാവധി വലിച്ചടുപ്പിക്കാൻ ശ്രമിക്കും. അതേസമയം ഇയാൾ നോക്കുന്നത് 25,000 രൂപ വരുമാനമുള്ള ഒരാൾ നോക്കുന്നത് 2,500 കൊണ്ട് കഷ്ടിച്ച് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെയാണ്. അപ്പൊ ഇയാൾക്ക് ഇങ്ങനെ തോന്നും, പടച്ചോനെ എനിക്ക് 22,500 ബാക്കിയാണല്ലോ അല്ലേ? അപ്പോഴാണ് ഇയാൾ നന്നാവുക. വേണ്ട, അതിലൊരു 15,000 ഞാൻ അങ്ങ് എടുക്കുക, ഒരു 10,000 എന്റെ ചുറ്റുവട്ടങ്ങളിൽ കഷ്ടപ്പെടുന്നവർക്ക് വിഹിതം വെച്ചു കൊടുത്താൽ അവർക്കൊരു നേരത്തെ ഭക്ഷണം വാങ്ങാൻ പറ്റൂലേ? ആലോചിച്ചു. നിരുതങ്ങൾ പറയുന്നു, നിങ്ങളെക്കാൾ സാമ്പത്തികമായി കൊഴുത്തവരെ നോക്കാതെ നിങ്ങളെക്കാൾ സാമ്പത്തികമായി മെലിഞ്ഞവരിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന, നിങ്ങളുടെ ഹൃദയത്തിൽ തടച്ചു വളരുന്ന ആ ആർത്തി എന്ന രോഗം സുഖപ്പെടും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്.